ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെ മുകുന്ദൻ കുറ്റപ്പെടുത്താണ് കേട്ടോ. നീയും നിൻ്റെ ഭർത്താവും ഗിരിയും ഒക്കെ ഞങ്ങളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ കേസുകൾ കെട്ടിച്ചമക്കുകയാണ് എന്നുള്ള സത്യം പറയാനായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ നിൻ്റെ അനിയത്തിയെ സ്വന്തം മകളായി വളർത്തി അവൾക്കെതിരെ നീ കേസുകൾ തെളിവുകൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇവിടെ ഗിരിയെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിലോട്ട് നിന്നപ്പോൾ എൻ്റെ ഭാര്യയെ പ്രതിയാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് മുകുന്ദൻ പറയുമ്പോൾ, മുകുന്ദ നിനക്ക് തെറ്റുപറ്റി, നീ ഗിരിയേട്ടനെ മനസ്സിലാക്കിയത് ഈ രീതിയിലല്ല. ഗിരിയേട്ടൻ എത്ര തകർന്നാലും നിന്നെ ഒരിക്കലും ഗിരിയേട്ടൻ കുറ്റപ്പെടുത്തില്ല, കുറ്റവാളിയാക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന എന്നാൽ നീ പറ മഞ്ജു, എന്തുകൊണ്ട് അവൻ എനിക്ക് കേസ് ഞാൻ അവനെ ജയിലിൽ നിന്നും ഇറക്കാൻ അവൻ്റെ കേസ് ഞാൻ വാദിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞത്? അത് കേൾക്കുന്ന മഞ്ജു ചോദിക്കുകയാണ്, മഹിമ എന്തെന്നാ വേണ്ടെന്ന് പറഞ്ഞത്? മഹിമയുടെ കേസ് വേറെ വക്കീലല്ലേ വാദിക്കുന്നത്? അത് കേട്ടോടെ തന്നെ, എന്താ മഞ്ജു, എനിക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസമില്ലേ? ഞാനൊരു ജഡ്ജാവാൻ പോകുന്ന ഞാൻ ഇനിയിപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എൻ്റെ ജോലിയെ ബാധിക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് മഹിമ അത് വേണ്ടെന്ന് വെച്ചത്. തീർച്ചയായും മഹിമ അത് വേണ്ടെന്ന് അങ്ങനെയാണ് വെച്ചതെങ്കിൽ ഗിരിയേട്ടൻ എന്തുകൊണ്ട് മുകുന്ദ അങ്ങനെയാണ് വെച്ചതെന്ന് നീ മനസ്സിലാക്കാത്തത്? അത് കേൾക്കുന്ന മുകുന്ദൻ ഞെട്ടിപ്പോയിട്ടാ ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കാൻ. എന്താ മഞ്ജു നീ പറഞ്ഞത്? അതെ, ഗിരിയേട്ടൻ നിൻ്റെ ജോലിക്ക് യാതൊരു പ്രശ്നങ്ങളും വരരുതെന്ന് കരുതിയാണ് നീ എൻ്റെ കേസ് വാദിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിന്നെ പറഞ്ഞയച്ചത് എന്ന സത്യം വെളിപ്പെടുത്തുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ മുകുന്ദന് ഭയങ്കര വിഷമമാവുകയാണ്. പിന്നീട് മുകുന്ദൻ പറയണേ, നീ ഒരു കാര്യം ചിന്തിക്കണം മഞ്ജു, നിനക്കെതിരെ ഒരിക്കലും മഹിമ ഇവിടെ കുറ്റം ചെയ്തിട്ടില്ല. അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് അവൾ സ്വപ്ന തെറ്റുകളിലൂടെ മാത്രം, സ്വപ്നയല്ല മഹിമ തെറ്റുകളിലൂടെ മാത്രം പോകുന്നത്? സ്വപ്നയുടെ കുഞ്ഞിനെ കളഞ്ഞു, ഇതൊക്കെ ചെയ്ത് തെറ്റല്ലേ? അതിന് കൂട്ടു നിൽക്കല്ലേ മുകുന്ദൻ നീ ചെയ്ത്? ആദ്യം മഞ്ജു നീ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്വപ്ന ഗർഭിണിയല്ല എന്നുള്ള സത്യമായിരിക്കും അമ്മക്കും അവൾക്കും അറിയാവുന്ന സത്യമായിരുന്നു. എന്നിട്ട് അവൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ, തീർച്ചയായും അവൾ പറയാതിരുന്നത് അവളുടെ ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അവൾ പറയാതിരുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഗോപാൽജിയുടെ വീട്ടിൽ പലതും പ്ലാനുകൾ നടത്തണമായിരുന്നു. അത് സ്വപ്നയുടെ കയ്യൊപ്പോട് കൂടിയിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത്. പക്ഷേ സ്വപ്ന ചതിക്കുമെന്ന് അവളോട് ഞാൻ പലവട്ടം പറഞ്ഞപ്പോൾ അവളത് കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, സ്വപ്ന ചതിക്കുക തന്നെ ചെയ്തു എന്ന് പറയാനായിട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജുവിന്, ഞാനൊരു പോലീസുകാരിയാണ്, എനിക്ക് ഈ വാക്കുകൾ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല മുകുന്ദ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിനക്ക് ഒരു കാലത്ത് നിനക്ക് മനസ്സിലാവും നീ ചെയ്ത തെറ്റ്, നിൻ്റെ അനിയത്തിയെ നീ കുറ്റപ്പെടുത്തി എത്ര തെറ്റായിരുന്നു എന്ന കുറ്റബോധം നിന്നിൽ വരുമെന്നൊക്കെ പറയാനായിട്ടോ. പിന്നീടാണെങ്കിൽ ഭാനുവതിയമ്മയാണ് കാണിക്കുന്നത്. ഭാനുവതിയമ്മ ഇങ്ങനെ ഗിരിയോട് പറയണം, ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാണ്, നീ എനിക്കൊപ്പം നിന്നാൽ മതി, ഒന്നും മിണ്ടണ്ട, അവളോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയണം. അപ്പോഴാണ് പ്രീതി വരുന്നത്. മോളെ പ്രീതി ഇവിടെ വന്നേ, ഇതള്ള എന്തിനാ എന്നെ പ്രീതി വിളിക്കുന്നത് എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മോളെ പ്രീതി നീ ഒന്ന് ഇവിടെ വന്നേ, എന്തായാലും മോളെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മോള് കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഈ ഹോസ്റ്റലിലോട്ട് പോയിക്കോളൂ, ഇവിടെ നിൽക്കണ്ട, കാനഡയിലോട്ട് അവിടെ നിന്ന് പോയാൽ മതി. ഒന്നാമത് നിനക്കും നിൻ്റെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും കുറേ പ്രശ്നങ്ങളുണ്ട് നീ ഇവിടെ നിൽക്കുന്നതിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജു വരേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ജുവിനെ കണ്ടവിടെ തന്നെ പ്രീതി, ആഹാ ഈ തള്ള എന്നെ ഇവിടെ നിന്ന് പഠനമൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ അടവുകൾ ഇനി പുറത്തെടുക്കേണ്ടി വന്നിരിക്കുന്നു, ഈ തള്ളയൊന്നും ഞാൻ ഭയപ്പെടുത്തും എന്നും പറഞ്ഞിട്ട് പ്രീതി പറയണേ, ഞാൻ ഇവിടെ നിന്നും പോകാൻ തയ്യാറാണ്, ഞാൻ കാനഡയിലോട്ട് പോകും, എന്തിനും എനിക്കൊപ്പം നിന്ന് എൻ്റെ അച്ഛനായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് പോലും ഇപ്പം അറിയില്ല. നാളെ അച്ഛനെ കൊന്ന ആള് എന്നെ നാളെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പോൾ എനിക്ക് സുരക്ഷിതമായൊരു തവള ഇവിടെ ഇല്ല മഞ്ജു, നീ പറയാന്ന് പറയുമ്പോൾ മഞ്ജുവിന് അതിന് ഉത്തരവില്ല കേട്ടോ. അതോടുകൂടി മഞ്ജു മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ മാന്യത മൈശ്വരയില് മഞ്ജുവിനെ പിടിച്ചിരിക്കുന്നു. ഇതേ സമയം പ്രീതി പറയണേ, ഞാൻ അതുകൊണ്ടാണ് പോകാത്തത്, പിന്നെ ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ പരിമിതികളുണ്ട്, ഇവിടെ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലൊരു തകർച്ച ഞാൻ കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ആ സമയമാണെങ്കിലോ ഇതെല്ലാം കേട്ട് ഗിരി ഇരിക്കുന്നുണ്ട്. പിന്നീട് ഗിരി ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയണത്, അത് വേണ്ട അമ്മേ, എന്തായാലും പറഞ്ഞു വിടണ്ട, ഇവളുടെ അച്ഛനെ കൊല്ലാൻ പുറത്ത് ആൾ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഇവളെയും കൊല്ലുമെന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന പാർവതിയമ്മ പറയുന്നുണ്ട്, ഇവളുടെ അച്ഛന് 1000
ശത്രുക്കളുണ്ടെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും മഞ്ജു അവിടെ നിന്ന് പോവാണ്. ഭാനുമതിയമ്മക്ക് ഒന്നും മിണ്ടാനില്ലാതെ ഭാനുമതിയമ്മ പോകുമ്പോൾ ഉടൻ തന്നെ പ്രീതി, ഗിരിയേട്ട എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഗിരിയേട്ടനോട് ഞാൻ ഒരു അവകാശവും പറഞ്ഞ് വന്നില്ലല്ലോ ഗിരിയേട്ട. ഞാൻ ഇവിടെ ഗിരിയേട്ടനെ കണ്ടിട്ടെങ്കിലും ജീവിക്കും. ഞാൻ ഗിരിയേട്ടനാണ് എന്നോട് തെറ്റ് ചെയ്തത്. അതെങ്കിലും ഒന്ന് ഗിരിയേട്ടൻ്റെ ഓർമ്മയിൽ ഉണ്ടായിക്കൂടെ? എൻ്റെ മാനം ഗിരിയേട്ടൻ കളഞ്ഞിട്ടും ഇന്നും ഞാൻ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്താതെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഗിരിയേട്ടൻ എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അവിടെ ഒന്നും പറയാൻ വാക്കുകളില്ലട്ടെ ഗിരിക്ക്. അത് എന്നൊക്കെ പറഞ്ഞ് ഗിരി തപ്പിപ്പിടിക്കണം. അതോടുകൂടി ഗിരിക്ക് അവിടെയും മിണ്ടാൻ കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയും അതുപോലെ മഹിമയാണ്. മുകുന്ദനെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് മഹിമയുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇന്ന് ഭയങ്കര സന്തോഷവതിയാണല്ലോ, അല്ല വക്കീലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കതിന് ആരാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ്, അല്ല ആ സഞ്ജയ് വക്കീലിനെ അടിച്ച് മുറിയാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ട്. ആര് പറഞ്ഞു? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ തപ്പിപ്പിടിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടോ, എന്തായാലും അവൻ എന്നെ അടിച്ചു, അവനുള്ളതിന് ഇന്നലെ രാത്രി കണക്കിന് ആരോ കൊടുത്തിരിക്കുന്നെന്ന് പറയട്ടെ. അത് വക്കീൽ ആരാന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി, എന്നെ തൊട്ടാൽ ഗിരിക്ക് കൈപ്പൊള്ളും, ഗിരിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കേൾക്കുന്ന മഹിമക്ക് ദേഷ്യം പിടിക്കാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ, എന്താടോ തൻ്റെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം, ഗിരിയേട്ടൻ നന്നായി ചെയ്യില്ല. എന്താടോ ഗിരിയെ പറഞ്ഞപ്പോൾ തനിക്ക് പറ്റിയില്ല, ഗിരി എന്നെ തൊട്ടല്ലേ, അതൊന്നും മിണ്ടണ്ട, ഗിരിയേട്ടൻ എന്നല്ല ചെയ്ത് വേറെ ആരെങ്കിലും ആയിക്കൂടെ? അതെന്താ തനിക്ക് ആളെ അറിയോ? വേറെ ആരെങ്കിലും ആയിക്കൂടെ എന്ന് കരുതിയൊക്കെ വക്കീലിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ അമ്മയായി വക്കീലെ ഒരുമാതിരി മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം പറയരുത് കേട്ടോ. അത് കേട്ടിട്ടും തന്നെ വക്കീൽ പറയണ, അയ്യോ എൻ്റെ അമ്മക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലല്ലേ, ആരായിരിക്കും പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾ? ദേ വക്കീലെ എന്ന് പറഞ്ഞിട്ട് മഹിമ ചൂടാകുമ്പോൾ ഉടൻ തന്നെ, എടോ എനിക്കറിയാടോ, താനാടോ ഈ പറയുന്ന സഞ്ജയെ അടിച്ചതും പിടിച്ചതൊക്കെ എന്ന് എനിക്ക് മനസ്സിലായടോ. അപ്പോൾ എന്നെ ഇതുവരെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നല്ലേ, അതൊരു രസമല്ലടോ, താനാണ് ഇതൊക്കെ ചെയ്തത്. എന്നാൽ ഇന്നലെ രാത്രി താൻ എൻ്റെ അരികിൽ വന്നപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ തനിക്ക് എന്നോട് സംസാരിക്കായിരുന്നില്ല. അത് കേൾക്കുന്ന മഹിമ പറയണേ, എൻ്റെ വക്കീലെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ. കാരണം ഇത്ര ടൈമല്ലേ എനിക്കുള്ളൂ, ആ ടൈമിനുള്ളിൽ സഞ്ജയ്ക്കുള്ളത് കൊടുക്കണം, പിന്നീട് ജയിലിലോട്ട് വന്ന് കയറണം, അതൊക്കെയാണ്. എന്തായാലും വക്കീലെ എനിക്കിവിടെ സുഖമാണ്, ജയിൽ ജീവിതം സുഖമായി പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വക്കീലെ ഇവിടെ ഒരാൾ എനിക്ക് വക്കീലിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ മാത്രമല്ല, അതാര് എന്ന് പറയുമ്പോൾ അക്കമ്മ വരുന്നു കേട്ടോ. അക്കമ്മയെ കാണുന്ന വക്കീൽ അക്ഷര ചേച്ചി എന്ന് പറയുന്നത്, ഈശ്വര എന്നെ അക്ഷര ചേച്ചി എന്ന് വിളിക്കുന്നത് എത്ര നാളുകൾക്ക് ശേഷമാണ്, 5-6 കൊല്ലം ഞാനിവിടെ വന്ന് നിന്നിട്ട് ഇപ്പോഴാണ് അങ്ങനെ വിളി കേൾക്കുന്നത്. അത് കേൾക്കുന്ന മുകുന്ദൻ പറയണേ, അങ്ങനെയാണ് എനിക്ക് വിളിക്കുന്ന ഇഷ്ടം, നാട്ടുകാർക്കും നാടിനും വേണ്ടി മാത്രം ജീവിച്ച ചേച്ചിയാണ് അക്ഷര ചേച്ചി. അത് കേൾക്കുന്നതിനോടുകൂടി അക്കമ്മ പറയണേ, എൻ്റെ വക്കീലെ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങളുടെ ഭാര്യ ഇവിടെ സേഫ് ആയിരിക്കും, ഇവളെ എൻ്റെ മകളായി തന്നെ ഈ വീട്ടിൽ വളരെ യാതൊരുവിധ കുഴപ്പങ്ങളും കുറവുകളും വരുത്താതെ ഞാൻ ഇവളെ നല്ല ഭംഗിയായി തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവളെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ, അത് ഇവളുടെ ചേച്ചി നോക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മഹിമ പറയണേ, എൻ്റെ ചേച്ചിയെ കൊണ്ടൊന്നും അത് കഴിയില്ല, തൻ്റെ ചേച്ചി ഈ ജോലി രാജിവെക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ പറഞ്ഞു യൂണിഫോം ധരിച്ചില്ലെങ്കിൽ തെളിവുകൾ എനിക്കെതിരെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അവിടെ മഞ്ജു എന്നോട് പറഞ്ഞത്, നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കമ്മ ചോദിക്കുകയാണ്, ഈ യൂണിഫോം ഇല്ലാതെ മഞ്ജുവിനെ എങ്ങനെ തെളിയിക്കാനാണെന്ന് അക്കമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല എന്ന് വക്കീലും പറയുന്നത്. ഇതേ സമയം മഹിമ മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് തൻ്റെ ചേച്ചി ഇതൊക്കെ പറയുന്നത്, അവർ സ്വാർത്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്, ഇവിടെ കാര്യങ്ങൾ ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ ശേഖരിച്ചപ്പോൾ നിനക്കെതിരെ എല്ലാ തെളിവുകൾ വന്നു എന്നുള്ള സത്യമാണ്, പക്ഷേ നിൻ്റെ ചേച്ചി നിന്നെ രക്ഷിച്ചെടുക്കും, അതെനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എന്തായാലും എനിക്ക് തെളിവുകൾ തരുന്നവരുടെ കൂടെ ഞാൻ നിൽക്കുന്നത്, നിൻ്റെ ചേച്ചി നിന്നെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ അക്കാമയും പറയുന്നുണ്ട്, മഹിമയെ നിൻ്റെ ചേച്ചി നിന്നെ രക്ഷിക്കും, നീ അത് അങ്ങ് കുറച്ച് കാണണ്ട എന്ന് അക്കാമയും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ഭാനുമതി അമ്മയുടെ അടുത്തോട്ട് പ്രീതി വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാനുള്ള തന്ത്രങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഗിരിയും പ്രീതിയും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ വീഡിയോ കാണിച്ച് കൊടുക്കുകയാണ്. അത് കാണുന്നതിനോടുകൂടി ആകെ പേടിയാവാണ്. ആ ഫോൺ തല്ലി പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോൺ തല്ലി പൊട്ടിക്കാം, പക്ഷേ ഓൺലൈനിൽ ഫോട്ടോസൊക്കെ ഇട്ടിരിക്കുകയാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ബാക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, നിങ്ങൾ എനിക്കെതിരെ വരരുത്, ഞാൻ നിങ്ങൾക്കെതിരെ ഇന്നേ വരെ വന്നിട്ടില്ല, എന്തായാലും നിങ്ങൾ കൂടുതൽ എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ നാടും നാട്ടുകാരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മകൻ്റെ കാര്യവും നിങ്ങളുടെ കാര്യവും പറയാനില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഗർഭിണിയാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, നിങ്ങൾക്ക് ഞാൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാം, മഞ്ജുവിൻ്റെ കുഞ്ഞിനും മഞ്ജുവിനും ഒക്കെ സേഫായിരിക്കാൻ നിങ്ങൾ ഇതുപോലെയുള്ള വേലത്തരങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലും ഇങ്ങനെ മഞ്ജുവിനെയാണ് കാണിക്കുന്ന കേസ് ഫയൽ വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗിരി പതിയെ വന്ന് വാങ്ങാണ്. മഞ്ജു, ഗിരിയായിട്ട് എന്തേ
കാണിക്കുന്നത്. ഇതെന്താടോ ഇത്ര വലിയ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ച് നോക്കുന്നുണ്ട്. ഇതെന്താ താൻ പീതാംബരൻ്റെ ഫയൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഗിരിയേട്ടാ. അതെന്താ താൻ വീണ്ടും ജോലിക്ക് വരുന്നത്? അയ്യയ്യേ, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പിന്നെ എങ്ങനെ താൻ തൻ്റെ യോഗ്യത തെളിയിക്കാനാണ്? അത് കേട്ടോടെ തന്നെ എനിക്കെൻ്റെ മഹിമയെ പുറത്തു കൊണ്ടുവരണം. അതിനുള്ള ആ ഒരു തെളിവുകൾ ശേഖരിക്കുകയാണ്. അത് കേൾക്കുന്ന മഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ, നീ നിൻ്റെ അനിയത്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ നീ ആ യൂണിഫോം വീണ്ടും ധരിക്കും മഞ്ജു. അതാണ് ഏറ്റവും നല്ലത്. വീണ്ടും ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിൽ നിന്നും നിൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഗിരി മഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.